പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനായി അന്വേഷണം ഊർജിതമാണ്. പ്രതി വിദേശത്തേക്ക് കടന്നതിന് തെളിവില്ലെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ രാഹുൽ വിദേശത്തേക്ക് പോയിട്ടില്ല. അതിന് മുൻപ് പോയതിനെ സംബന്ധിച്ച വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. അത് പരിശോധിക്കുകയാണെന്നും ACP സാജു കെ എബ്രഹാം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ മാധവൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. മേഘ, നിലവിൽ ഇന്നലെ വന്ന വാർത്തകൾ പ്രകാരം ഇദ്ദേഹം സിംഗപ്പൂരിലടക്കം പോയി എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഏതായാലും പ്രതി ഈ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിന് ശേഷം വിദേശത്തേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുകയും ചെയ്തത്. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? സിജു, അതായത് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ വിദേശത്തേക്ക് കടന്നതായി ഇന്നലെ മുതലാണ് വാർത്തകൾ വന്നത്. എന്നാൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ പ്രതി വിദേശത്തേക്ക് കടന്നിട്ടില്ല എന്നാണ് ACP സാജു എബ്രഹാം വ്യക്തമാക്കുന്നത്. അതിന് മുൻപേ കടന്നു കളഞ്ഞോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലവിൽ തെളിവുകളൊന്നും തന്നെയും ലഭിച്ചിട്ടില്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്നലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിക്കുന്നത്. അതിനുശേഷം പ്രതി കടന്നു കളഞ്ഞിട്ടില്ല എന്ന വ്യക്തമായ വിവരം ACP വ്യക്തമാക്കുന്നു. പ്രതിയെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഫറൂഖ് ACP അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പറവൂരിൽ എത്തി പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് രാവിലെ പന്തീരങ്കാവിൽ രാഹുലിന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയെ കണ്ടെത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകം എന്നത് ഈ രാഹുലിന്റെ അമ്മയുടെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ രാഹുലിന്റെ അമ്മ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം എന്നത് ഈ പെൺകുട്ടിയെ രാഹുൽ മർദ്ദിച്ചിരുന്നു എന്നതാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസിൽ നിർണായകമാകും എന്നത് തീർച്ചയാണ്. ഏതായാലും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ പറവൂരിലെത്തി മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നും ഈ രാഹുലിന്റെ വീട്ടിലെത്തിയ അമ്മയുടെയും മറ്റു ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സിജു, മേഘ, ഇന്നലെ തന്നെ ഈ രാഹുലിന്റെ അമ്മ മാധ്യമങ്ങളോട്, കൈരളി ന്യൂസിനോട് അടക്കം പറഞ്ഞത് പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളത് ശരിയാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഇന്ന് ഒളിവിലിരുന്നു കൊണ്ട് ചില മാധ്യമങ്ങൾക്ക്, സോഷ്യൽ മീഡിയയിലൂടെ ചില മാധ്യമങ്ങൾക്ക് ചില വിവരങ്ങൾ നൽകിയതായ വാർത്തകൾ പുറത്തു മർദ്ദിച്ചു എന്നുള്ളത് രാഹുലും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ രാജ്യം വിട്ടു എന്ന് രാഹുൽ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടി. സിജു, പുറത്തു വന്ന വീഡിയോയെക്കുറിച്ച് പോലീസ് ഒരു വിവരവും നിലവിൽ പങ്കുവയ്ക്കുന്നില്ല. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനായ സാബു കെ എബ്രഹാം വ്യക്തമാക്കുന്നത്, അതായത് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഈ പ്രതി വിദേശത്തേക്ക് രക്ഷപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ്. ആ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ അന്വേഷണ സംഘം ഇനി പരിശോധിക്കുകയുണ്ടാകും. ഏതായാലും ഈ രാഹുലിന്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ തെളിവ് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു. അതിനൊപ്പം ഈ അമ്മ പറയുന്നൊരു കാര്യം, അവർ മുകളിലാണ് താമസിച്ചിരുന്നത്, പല കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടാറില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനൊപ്പം രാഹുലിനെതിരെ കോട്ടയത്തും പരാതിയുണ്ട് എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നു. മുൻപേ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അടിയന്തര ഇടപെടൽ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ രാഹുൽ വിദേശത്ത് പോയി എന്ന വാർത്ത, അതായത് ബാംഗ്ലൂർ വഴി സിംഗപ്പൂരിലേക്ക് കടന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇന്നലെ മുതൽ പ്രചരിച്ചത്. എന്നാൽ തിങ്കളാഴ്ച വരെ രാഹുൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അതായത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം ഏകദേശം ഈ അമ്മ പോലും സ്ഥിരീകരിക്കുന്നു. അതിന് പിന്നാലെ രാഹുൽ എങ്ങോട്ട് കടന്നു കളഞ്ഞു എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയതിന് പിന്നാലെ രാഹുൽ വിദേശത്തേക്ക് കടന്നിട്ടില്ല എന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു പറയുമ്പോൾ ഒരു പക്ഷേ എവിടെയാണ് ഈ പ്രതി ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം ഒരു പക്ഷേ വരും മണിക്കൂറിനുള്ളിൽ പുറത്തു വന്നേക്കാം എന്നൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. സിജു, ശരി. മേഘ മാധവനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ ശേഷം വിദേശത്തേക്ക് കടന്നിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് വിദേശത്തേക്ക് കടന്നോ എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്.